അയ്യോ, കിടന്ന് ഒച്ച വെക്കാതെടാ. എന്ത് പറയാനാ, അവൻ സാരി വാങ്ങുന്നു, വളകൾ വാങ്ങുന്നു. രാത്രിയാണെങ്കിൽ അവൻ ഉറക്കപ്പിച്ചിൽ എന്റെ മേത്തൊന്ന് വീഴുക. അതുകൊണ്ട് എല്ലാം പാക്ക് ചെയ്തിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ. പിന്നെ ആ ശങ്കരനൊന്നും കൂട്ടി വന്നേക്കരുത് കേട്ടോ. ആ എത്രയായി? 25 രൂപ. എന്ത് 25 രൂപയോ? ഒന്ന് നാട്ടിൽ പോയിട്ട് വരണമെങ്കിൽ 250 രൂപയാവും. 25 രൂപ കൊടുക്കുന്നതിന് എത്ര? ആ ശരി ശരി, മതി മതി. അളിയാ, അമ്മ എന്താ പറയാ പറഞ്ഞത്? നീ നിലവിളിച്ചത് ഓസ്ട്രേലിയ വരെ കേട്ട് കാണും. അപ്പൊ എനിക്ക് കേൾക്കില്ലടാ. മിണ്ടാതെ വാടാ കാക്കാക്ക. മോനെ സുഖാണോടാ? സുഖായിരിക്കുന്നു. കല്യാണം എവിടെയാണ്? എന്താടാ കല്യാണം? എന്താടാ ശങ്കര? വണ്ടി കൊണ്ടുവരും. വരൂ വരൂ. അകത്തേക്ക് വരൂ. കാമാക്ഷി, കല്യാണിന്റെ അച്ഛനും അമ്മയും വന്നിരിക്കുന്നു. വരൂ, ഇരിക്കും. നിങ്ങൾ വന്നോന്ന് മോൻ പറഞ്ഞിരുന്നു. ഞങ്ങള് തന്നെ അങ്ങോട്ട് വന്ന് കാണാന്ന് വിചാരിച്ചതാ. ഏതായാലും നിങ്ങൾ ഇങ്ങോട്ട് വന്നല്ലോ. കോഫി എടുത്തോണ്ട് വരാം. കോഫി ആണെങ്കിൽ നമ്മുടെ നന്ദിനി ഉണ്ടാക്കുന്ന കോഫി. ആ കോഫി മാത്രം നമ്മൾ കുടിച്ചാല് പിന്നെ നമ്മളിങ്ങനെ ആകാശത്ത് പറന്ന് മനസ്സിലായി. അല്ല, നന്ദിനി എവിടെ? അമ്പലത്തിലേക്ക് പോയിരിക്കുക. ഇപ്പൊ ഉടനെ വരും. എന്റെ മകൻ നിങ്ങളെ കുറിച്ച് എപ്പോഴും പറയുമായിരുന്നു, അടുത്ത വീട്ടുകാർ വളരെ സഹായമാണെന്ന്. പിള്ളേര് തരിച്ചു താമസിക്കുമ്പോ ഇതെങ്കിലും ചെയ്തില്ല പിന്നെ എങ്ങനെയാ? നന്ദിനി എത്തിയല്ലോ. എന്റെ അളിയന്റെ അച്ഛനും അമ്മയാ. നമസ്കാരം. ഇതെല്ലാവർക്കും കൊടുക്ക്. ഇരിക്കും മോളെ. നിങ്ങൾക്ക് നന്ദിനി ഒറ്റ മോളല്ലേ? അതുപോലെ തന്നെ കല്യാൺ ഞങ്ങൾക്ക് ഒറ്റ മോനാ. പിന്നെ ഇവനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവല്ലോ. ആവശ്യത്തിലധികം സ്നേഹം കൈവശമുണ്ട്. അതല്ലാതെ നിങ്ങളുടെ മകന് യാതൊരു കുഴപ്പമില്ല. അതെ, അനാവശ്യമായിട്ടൊന്നും സംസാരിക്കരുത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ദേഷ്യം വരും കേട്ടോ. ഞങ്ങളുടെ മോനെ ഏത് പെണ്ണിനെ കണ്ടാലും വേണ്ടെന്നേ പറയൂ. എന്താന്നറിയില്ല, നിങ്ങളുടെ മോളെ കണ്ട ഉടനെ ഇഷ്ടായെന്ന് പറഞ്ഞു. പിന്നെ നിങ്ങളുടെ മകളും ഞങ്ങളുടെ മകനെ സ്നേഹിക്കുന്ന അറിഞ്ഞ് ഞങ്ങളുടെ മോൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വന്നത് നല്ല കാര്യമാണ്. ഇവന് വേണ്ടി പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ പെൺകുട്ടികളെ ഞങ്ങൾ നോക്കിയതാ. പക്ഷേ ഇവൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടി ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞതേ ഇല്ല. അതായത് ദൈവം ജാതകവും തറവാടും അന്തസ്സൊക്കെ നോക്കിയിട്ട് വെഡിങ് ഇൻവിറ്റേഷൻ തന്നെ ഇങ്ങോട്ടേക്ക് അയച്ചു. നമ്മൾ വെറും അഡ്രസ് മാത്രം എഴുതിയാ മതി. പിന്നെ നമ്മുടെ കുട്ടികളെ ഓരോരുത്തർക്കും ഇഷ്ടമാണെന്ന് അറിഞ്ഞതിന് ശേഷം അവരെ ഒന്നിച്ച് ചേർക്കേണ്ടത് നമ്മുടെ കടമയില്ലേ? ഒന്നകത്തേക്ക് വരുമോ? നന്ദിനി, നിനക്ക് എന്താ പറ്റിയേ? അവരവിടെ ഇരിക്കുമ്പോ നീ ഇങ്ങനെ ഉള്ളിലോട്ട് ഓടി വന്നപ്പോഴാ? അവര് കല്യാണത്തെ കുറിച്ചാണ് സംസാരിക്കാൻ വന്നെങ്കിൽ ദയവ് ചെയ്ത് അവരോട് പോവാൻ പറ. അതെന്താന്ന് അമ്മ പ്ലീസ്. അമ്മ പറയുന്നോ അതോ ഞാൻ തന്നെ പറയണോ? നന്ദിനി, ഇതൊരു നല്ല ബന്ധമാണ്. ഇതുപോലൊരെണ്ണ ഇനി കിട്ടാൻ പാടാണ്. നന്ദിനി, എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ കല്യാണത്തെ കുറിച്ചാണ് സംസാരിക്കാൻ വന്നെങ്കിൽ ദയവ് ചെയ്ത് ഇവിടുന്ന് പോണം. എനിക്കിതിൽ തീരെ താല്പര്യമില്ല. പ്ലീസ്. എന്താടാ ഇത്? ആ പെൺകുട്ടിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? ഒരു മിനിറ്റ് അമ്മേ. നന്ദിനി നിക്ക്.
എന്തിനെങ്ങനെ ചെയ്തേ? എന്റെ കല്യാണക്കാരൊക്കെ ആലോചിച്ച് അവരെത്ര സന്തോഷത്തോടെ വന്നെന്നറിയോ? എന്തിനാ താല്പര്യമില്ലെന്ന് പറഞ്ഞേ? താല്പര്യം ഉണ്ടെങ്കിലല്ലേ ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ദിവസവും ചായയും കാപ്പിയും കൊണ്ടുവന്ന് തന്നില്ലേ? അതൊക്കെ താല്പര്യമില്ലാതെയാണ് ചെയ്ത്. ദിവസം വീട്ടിന്റെ പുറത്ത് കോലോട്ടത് അത് ചെയ്തതും താല്പര്യമില്ലാതാണോ? ഒരു ദിവസം വന്ന് നിങ്ങളുടെ ഫോട്ടോ വേണമെന്ന് ചോദിച്ചു വാങ്ങിച്ചിട്ട് പോയില്ലേ? അതും താല്പര്യമില്ലാതെയാണോ? ഒരു നോട്ട് മുഴുവൻ ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു എന്ന് എഴുതിക്കൊണ്ടെന്ന് തന്നില്ലേ? അതും താല്പര്യമില്ലാതാണോ ചെയ്തേ? ഓരോ വെള്ളിയാഴ്ചയും എണ്ണ തേച്ച് കുളിക്കാൻ പറഞ്ഞ എണ്ണ കൊണ്ടുവന്ന് തന്നില്ലേ? അതെന്തിനാ? തലയ്ക്ക് എണ്ണ തേച്ച് കുളിച്ചാ കണ്ണിന് വളരെ നല്ലതാ, അതുകൊണ്ട് തന്നേ ഉള്ളൂ. ആഴ്ചയിൽ 2 ദിവസവും പൊന്നാങ്കണ്ണി ചീര ഉണ്ടാക്കി കൊണ്ടുവന്ന് തന്നില്ലേ? അത് ചെയ്തതും എന്റെ മേലെ താല്പര്യമില്ലാതെയാണോ? പൊന്നാങ്കണ്ണി ചീര കണ്ണിന് വളരെ നല്ലതാന്ന് ഞാനൊരു ബുക്കിൽ വായിച്ചിരുന്നു. അതുകൊണ്ടാണോ ചെയ്തതെന്നേ? തലയ്ക്ക് ശിഖകായി തേക്കേണ്ടെന്ന് കടലമാവ് അരച്ച് കൊണ്ടുവന്ന് എനിക്ക് തന്നില്ലേ? അപ്പൊ അതോ? ശിഖക്കായി തേച്ച് കുളിക്കുകയാണെങ്കിൽ കണ്ണെരിയെന്ന് വിചാരിച്ചതുകൊണ്ടാ. കണ്ണെരിയാൻ പാടില്ലെന്ന് ഇതൊക്കെ ചെയ്യുന്ന നിനക്ക് എന്റെ ഹൃദയം കത്തുന്നത് മനസ്സിലാവുന്നില്ലേ? ഞാൻ ഇങ്ങോട്ട് വന്ന ദിവസം തൊട്ട് നീ എന്റെ പുറകെ തന്നെ വന്നോണ്ടിരുന്നില്ലേ? അതൊക്കെ എന്തിനാ? ദാ നോക്ക്, ഞാൻ ഇതൊക്കെ ചെയ്തത് ഒരു ബഹുമാനത്തിന്റെ പേരിലാ, അല്ലാതെ പ്രണയമൊന്നുമല്ല. അപ്പോ നിന്റെ മനസ്സിൽ ഒട്ടും പ്രണയമല്ലേ? ഉണ്ട്, ഒരാളോട് മാത്രം. അദ്ദേഹത്തോട് മാത്രമായിരിക്കും. നോക്കുമോനെ, ജീവിതത്തിൽ എപ്പോഴും നമ്മൾ വിചാരിച്ച എല്ലാം നടക്കില്ല. അതിന് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇത് നോക്ക്, ഇവർക്ക് ഇവരാണെന്ന് ദൈവം ഓൾറെഡി നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ ദൈവം നിനക്ക് വേണ്ടി വച്ചിരിക്കുന്ന മാലാഖ ഈ കുട്ടി ആയിരിക്കില്ല മോനെ. അവിടെ മറന്നേക്കടാ. സംഭവിക്കുന്നൊക്കെ നല്ലതാണെന്ന് വിചാരിച്ചു. വാ. മോനെ കല്യാൺ, ഇതൊക്കെ ഓർത്ത് നീ വെറുതെ വിഷമിക്കരുത് മോനെ. നീ വിഷമിച്ച എനിക്കത് കാണാൻ കഴിയില്ല മോനെ. നളിനി, നമ്മുടെ മകനുള്ള ശരിക്കുള്ള ഭാര്യയെ കിട്ടും. പോട്ടടാ, വാ. ഞങ്ങൾ ഇറങ്ങട്ടെ മോനെ. അച്ഛനമ്മ നാട്ടിലേക്ക് പോയിട്ട് ഒരാഴ്ചയായി. നിനക്ക് മനസ്സിനൊരു സമാധാനം ഇല്ലെങ്കിൽ നിന്നോട് എത്ര പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു. അമ്മ പറഞ്ഞത് കറക്റ്റ് ആളിയാ. വാ, നമുക്ക് ഈ നാട് വിട്ടേനെ പോവാം. നിങ്ങളുടെ ഫോട്ടോസോ? ഇദ്ദേഹത്തെ കാണാൻ വേണ്ടിയല്ല ഞാൻ ഈ ഫോട്ടോസ് വാങ്ങിയത്. ഇത്രയും ദിവസം ഞാൻ ഈ ഫോട്ടോയില് കണ്ടത് നിങ്ങളെയല്ല. നമുക്ക് വേണ്ടി ഈ ജീവിതത്തില് ആരോ ഒരാൾ എവിടെയെങ്കിലും ജനിച്ചിട്ടുണ്ടാവും, തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവുന്നുള്ള വിശ്വാസം കൊണ്ടാ പെണ്ണുങ്ങൾ നടക്കുമ്പോൾ പോലും താഴെ നോക്കി നടക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയോ? വേറെ ആരും ഞങ്ങളെ നോക്കാതിരിക്കാൻ വേണ്ടി. ചിരിക്കുമ്പോൾ പോലും ശബ്ദമില്ലാതെ ചിരിക്കും, വേറെ ആരും ഞങ്ങളെ നോക്കാതിരിക്കാൻ വേണ്ടി. ഞാനും അങ്ങനെയായിരുന്നു.
അങ്ങനെ പെരുമാറിയതും അദ്ദേഹത്തെ കണ്ടുമുട്ടുന്നത്